അവരെ കണ്ട് താങ്കൾ അന്വേഷിക്കാൻ പോകുന്നതേ ഉള്ളൂ, ഇതുവരെ അന്വേഷിച്ചില്ല എന്നുള്ളത് അന്വേഷിക്കും. അതിന് യാതൊരു അല്ലാതെ ഇതിപ്പോഴല്ലേ നിങ്ങളുടെ ഇത് കേൾക്കുന്നത്. അതല്ല, ഈ പാൽരാജ് എന്ന് പറയുന്ന പ്രതി ആക്രമിച്ചതിന് ശേഷം CPM പാർട്ടി ഓഫീസിലേക്കാണ് ഓടിക്കേറിയത് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ അല്ലേ? പാൽരാജ് മാത്രമല്ല കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും ആ ഓഫീസിൽ ചെന്നിരുന്നു. അവരാണ് ആശുപത്രിയിലേക്ക് ആക്കിയത്. എന്ന് വെച്ചാൽ ഈ പാൽരാജിന് ഇത്ര ധൈര്യം എവിടെ നിന്ന് കിട്ടി ഈ പാർട്ടി ഓഫീസിലേക്ക് ഓടിക്കേറാൻ? എത്രയോ കാലമായിട്ട് അവരെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളല്ലേ. അപ്പൊ അതാണ് കാരണം. അല്ലാതെ ഇത് ഏതാണ്ട് വലിയൊരു ഇരയാക്കപ്പെട്ട കുഞ്ഞിനെ പീഡിപ്പിച്ചയാളും ഇതേപോലെ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നയാളാണെന്നും അയാൾ അവിടുത്തെ DYFI പ്രവർത്തകരാണെന്നും ഉള്ളതാണല്ലോ ഒരു പ്രധാനപ്പെട്ട വിമർശനം. അതുകൂടി നിലനിൽക്കുമ്പോഴാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്നേ വരെ പോക്സോ കേസുകളുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം അനാസ്ഥയോടുകൂടി പിറ്റേ ദിവസം കേസ് അന്വേഷിക്കാൻ വരുന്നത്. ഇതൊക്കെ സംഭവിച്ചത് ഈ സർക്കാരിന്റെ കാലത്താണ്. താങ്കൾ MLA ആയിരിക്കുന്ന മണ്ഡലത്തിലാണ് ശ്രീ വാഴൂർ സോമൻ. എനിക്ക് ആ അന്വേഷണത്തിൽ വീഴ്ച പറ്റി എന്ന അഭിപ്രായം എനിക്കില്ല. ആ കാര്യം ഞാൻ പ്രോസിക്യൂട്ടർ ജനറലിന് കത്തയച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ സംഭവം നടന്ന ദിവസം ഈ സ്ഥലത്ത് പോയി തെളിവ് ശേഖരിച്ചില്ല എന്നുള്ളത് താങ്കൾക്കറിയാമോ? അവിടെ ഏത് പോലീസ് ഉദ്യോഗസ്ഥനാ വന്നതെന്നുള്ളത് എനിക്കറിയില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു, പ്രതിയെ കസ്റ്റഡിയിലെടുത്തു, പോസ്റ്റ്മോർട്ടം നടത്തി. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കണം. ആ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് കണ്ണിയറ്റാത്ത വിധം ഇതെങ്ങനെയാണോ ഈ കുറ്റകൃത്യം നടന്നത് അത് തെളിയിക്കാൻ സാധിക്കണം. കുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് തെളിഞ്ഞു, കൊല ചെയ്യപ്പെട്ടു എന്നത് തെളിഞ്ഞു. പക്ഷേ കൊല ചെയ്തയാളെ മാത്രം കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. കണ്ടെത്തിയ ആളെ കോടതിക്ക് ബോധ്യം വന്നില്ല. പ്രോസിക്യൂഷൻ പോലീസിന്